back to my YouTube channel Ria Standard Max. Page number 31 second question ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. Second question നോക്കൂ. Second first question. Using algebra, explain why 1 by 10, 11 by 100, 111 by 1000 of any number get closer and closer to 1 by 9 of that number. എന്താ പറയുന്നത്? ഒരു സംഖ്യയുടെ 1 by 10, 11 by 100, 111 by 1000 എന്നൊക്കെ പറയുന്നത് ആ സെയിം നമ്പറിന്റെ 1 by 9 കിട്ടുന്ന വാല്യൂവിനോട് അടുത്തടുത്ത് വരുന്ന എന്ന് നമുക്ക് ആൽജിബ്ര ഉപയോഗിച്ച് എക്സ്പ്ലെയിൻ ചെയ്യണം. മനസ്സിലായില്ലേ? അപ്പൊ എന്താണ് ഒരു സംഖ്യയുടെ ഒരു സംഖ്യ, ആ സംഖ്യ നമുക്ക് എങ്ങനെ എടുക്കാം? എക്സ് ആയിട്ട് നമുക്ക് എടുക്കാം. അതാണ് ഇവിടെ ആൽജിബ്ര ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഒരു സംഖ്യയുടെ 1 by 10, 11 by 100, 111 by 1000 എന്നൊക്കെ പറയുന്നത്. എന്നൊക്കെ അങ്ങനെ 111 by 1000 പിന്നെ 11,000 അങ്ങനെ വരും. അപ്പൊ എന്നൊക്കെ പറയുന്നത് എന്താണ്? ആ സെയിം നമ്പറിന്റെ മീൻസ് എക്സ്, ആ സെയിം നമ്പറിന്റെ 1 by 9 കിട്ടുന്ന വാല്യൂവിനോട് അടുത്തടുത്ത് വരുന്നു എന്ന് നമുക്ക് ആൽജിബ്ര ഉപയോഗിച്ച് പ്രൂവ് ചെയ്യണം. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പൊ ആദ്യം നമുക്ക് നമുക്ക് എന്തെടുക്കാം? എക്സ് ആയിട്ട് എടുക്കാം. ഓക്കെ, നമ്പറിനെ എക്സ് ആയിട്ട് എടുത്തു. ഇനി എന്ത് ചെയ്യാം? ആദ്യം നമുക്ക് തന്നിട്ടുള്ള 1 by 10, 11 by 100, 111 by 1000 ആണല്ലോ. 1 by 10 എടുക്കാം ഇൻറ്റു 1 by 10 എടുക്കാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? എക്സ് ഇൻറ്റു 1 എക്സ് ബൈ 10. ഇവിടെ എക്സ് 10 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി അതേ സെയിം നമ്പർ കൊണ്ട് എന്ത് ചെയ്യണം? നമുക്ക് ക്വസ്റ്റ്യനിൽ നോക്കൂ. Of any number explain and closer that number, ആ നമ്പർ കൊണ്ട് തന്നെ അപ്പൊ എന്ത് ചെയ്യണം? എക്സ് ഇൻറ്റു 1 by 9 എന്ന് പറയുന്നത് എത്രയാണ്? എക്സ് ബൈ 9. ഇപ്പൊ നമുക്ക് 9 കിട്ടിയിട്ടുണ്ട്. 1 by 9 നമ്മൾ ചെയ്തിട്ട് എക്സ് ബൈ 9 കിട്ടിയിട്ടുണ്ട്. ഇനി അവിടെ വേറെ നമ്പർ പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ ഫ്രാക്ഷന്. ഇനി നമ്മളോട് 1 by 10 എല്ലായിടത്ത് 11 by 100 ആക്കണം. 111 by 100, 111 by 1000 ആക്കി നോക്കണം. ഓക്കെ, അപ്പൊ ഇനി എന്ത് ചെയ്യാം? ഒരു നമ്പറിന്റെ വാല്യൂവിനോട് അടുത്തടുത്ത് വരുന്നു എന്ന് പ്രൂവ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യാറ്? ആ രണ്ട് നമ്പറിന്റെ ഡിഫറൻസ് കാണാൻ നമ്മൾ ചെയ്യാറ് അല്ലേ? ഓക്കെ, മനസ്സിലായില്ലേ? നമ്മൾ ഒരു നമ്പറിന്റെ അടുത്തടുത്ത് വരുന്നെന്ന് പറയുമ്പോൾ എന്താ ചെയ്യാറ്? ഡിക്രീസിങ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടു ഫ്രാക്ഷൻസ്. ആ രണ്ട് ഫ്രാക്ഷൻസിന്റെയും നമ്മൾ എന്ത് ചെയ്യണം? ഡിക്രീസ് ചെയ്യണം, മൈനസ് ചെയ്യണം. എന്നാലുള്ളൂ ആ വാല്യൂവിനോട് അടുത്തടുത്ത് വന്നു എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ 1 by 10 നമ്മൾ ചെയ്യുകയാണെങ്കിൽ കുറച്ചടുത്ത് വന്നു. പിന്നെ 11 by 10 നമ്മൾ 11 by 100 അല്ലേ? 11 by 100 ചെയ്യുമ്പോൾ അതിനോട് കൂടെ കുറച്ചുകൂടെ അടുത്തടുത്ത് വന്നു. പിന്നെ 111 by 1000 പറയുമ്പോൾ ഒന്നുകൂടെ അടുത്ത് വന്നു. അപ്പൊ ഓരോന്ന് ഫ്രാക്ഷൻ കുറഞ്ഞുകൊണ്ട് ഇരിക്കുമ്പോ നമുക്ക് എന്ത് ചെയ്യും? മീൻസ് എന്ത്? അതിന്റെ ഡിനോമിനേറ്റർ കൂടുന്തോറും ആ ഫ്രാക്ഷന്റെ വാല്യൂ കുറയുകയാണ്. ഓക്കെ, മനസ്സിലായില്ലേ? എന്ന് പറയുന്നത് എന്താണ്? ആ വാല്യൂവിനോട്, ആ ആൻസറിനോട് ഇപ്പൊ 0 നമുക്ക് കിട്ടണമെങ്കിൽ ആൻസർ ഫുള്ള് 0 കിട്ടണം. ഇങ്ങനെ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യണം? 0 കിട്ടുകയാണെങ്കിൽ ആ നമ്പറിനോട്, ആ ഫ്രാക്ഷനോട് ഈക്വൽ വാല്യൂ ആയിരിക്കും. അപ്പൊ 0ന്റെ അടുത്തേക്ക് വരുന്ന നമ്പേഴ്സ് നമുക്ക് ചെയ്യാൻ വേണ്ടത്. മീൻസ് മനസ്സിലായില്ലേ? ഈ നമ്പറിന് പറ്റാവുന്ന അത്രയ്ക്ക് നമ്പേഴ്സ് നമ്മൾ ചെയ്യിക്കും. നിങ്ങൾക്ക് ചെയ്യുമ്പോൾ മനസ്സിലാക്കും. ഇതിന് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അടുത്ത് വരുന്നത്. അപ്പൊ എന്ത് ചെയ്യാ? നമുക്ക് ആദ്യം എക്സ് ബൈ 10 ചെയ്യാം. നമുക്ക് തന്നിട്ടുള്ളത് 1 by 10 1 by 9 ആണ്. അപ്പൊ എക്സ് ബൈ 10 കിട്ടി, എക്സ് ബൈ 9 കിട്ടി. ഒക്കെ മനസ്സിലായില്ലേ? ഇനി നെക്സ്റ്റ് എന്ത് ചെയ്യാം? ഈ എക്സ് ബൈ 9 നിന്ന് എക്സ് ബൈ 10 എന്ത് ചെയ്യണം? മൈനസ് ചെയ്യാം. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് ആദ്യം എക്സ് ബൈ 9 മൈനസ് പിന്നെ എക്സ് ബൈ 10 എഴുതാം. ഓക്കെ, നമ്മള് ഈ പ്ലസും മൈനസും ഒക്കെ ഫ്രാക്ഷൻസ് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ LCM ആണ് കണ്ടെത്താറ്. നമുക്ക് ഈസി മെത്തേഡായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ പഠിച്ചിട്ടില്ലാത്തവർക്ക് അല്ലെങ്കിൽ അവർക്ക് ഓർമ്മയില്ലാത്തവർക്ക് ഞാൻ പറയാം. എക്സ് ബൈ 10
അപ്പൊ ഇത് നമ്മൾ ഇങ്ങനെ ഫ്രാക്ഷൻ നമ്മൾ മൈനസ് പ്ലസ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ മതി. അതിനു വേണ്ടിട്ട് ഇത് തമ്മിലും ഇത് തമ്മിലും ചെയ്യണം. അപ്പൊ പിന്നെന്ത് ചെയ്യണം, നമുക്ക് ഇത് കിട്ടിയത് ഇവിടെ എഴുതണം. ഇപ്പോ എക്സ് ഇൻറ്റു 10 എത്ര, 10x. അപ്പോൾ 10x പിന്നെ എന്ത് ചെയ്യാം, എക്സ് ഇൻറ്റു 9x. പിന്നെ ഇവിടെ തമ്മിൽ എന്തിട്ട് കൊടുക്കണം, മൈനസ് ഇട്ട് കൊടുക്കണം. കാരണം എന്താ, ഇവിടെ നമ്മളോട് മൈനസ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, മൈനസ് ഇട്ട് കൊടുക്കണം. ഓക്കെ, മനസ്സിലായില്ലേ ഇപ്പൊ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. ഇനി 10x മൈനസ് 9x, പിന്നെ ഇതിന്റെ അടിയിൽ എന്തിട്ട് കൊടുക്കണം, ഓൾ ഡിവൈഡഡ് ബൈ, നമുക്ക് ഇത് രണ്ടും ഇൻറ്റു ചെയ്ത് കൊടുക്കണം. 9 ഇൻറ്റു 10 എത്രയാണ്, 90. ഓക്കെ, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ എന്താ ചെയ്തത്, നമുക്കൊരു അങ്ങനെ മൈനസ് ചെയ്യാനോ പ്ലസ് ചെയ്യാനോ ഫ്രാക്ഷൻ തന്നാല് അതിന്റെ ആദ്യത്തെ ഫ്രാക്ഷനിൽ നിന്ന് അതിന്റെ ന്യൂമറേറ്ററും പിന്നെ രണ്ടാമത്തതിന്റെ ഡിനോമിനേറ്ററും എടുക്കാം. എന്നിട്ട് അത് തമ്മിൽ എന്ത് ചെയ്യുക, ഇൻറ്റു ചെയ്യുക, പിന്നെ എഴുതാം. പിന്നെ ഏത് സിമ്പിളാണോ നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് അതെന്ത് ചെയ്യാം, മൈനസ് പ്ലസ് ആണ്, ഇവിടെ മൈനസ് പ്ലസ് ഇട്ട് കൊടുക്കാം. പിന്നെ എന്ത് ചെയ്യണം, രണ്ടാമത്തെ ഫ്രാക്ഷന്റെ ന്യൂമറേറ്ററും ഒന്നാമത്തെ ഫ്രാക്ഷന്റെ ഡിനോമിനേറ്ററും തമ്മിൽ എന്ത് ചെയ്യണം, ഇൻറ്റു ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യണം. അത് നമ്മൾ ഇട്ടെടുക്കുക. പിന്നെ ഓൾ ഡിവൈഡഡ് ബൈ, പിന്നെ രണ്ട് ഡിനോമിനേറ്റേഴ്സ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, ഇപ്പൊ ഇതിന്റെ ആൻസർ എത്രയാണ്, x/90 എന്ന് കിട്ടി. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ നമ്മൾ ഏതൊക്കെ മൈനസ് ചെയ്തപ്പോ x/10ഉം x/9ഉം മൈനസ് ചെയ്തപ്പോ നമുക്ക് x/90 കിട്ടി. ഇനി അതേപോലെ എന്താണ് ചെയ്യണം, ഈ എക്സ് ഒക്കെ സെയിം ആയിരിക്കും, 90 ഇവിടെ സെയിം ആയിരിക്കും, ഇവിടെ മാത്രം മാറ്റം വരുത്തേണ്ടി വരും, ഇതിലും മാറ്റം വരും. ഓക്കെ, നിങ്ങൾക്ക് രണ്ടെണ്ണം ചെയ്ത് നോക്കി നിങ്ങൾക്ക് മനസ്സിലായിക്കോളൂ. ഓക്കെ, ഇനി നമുക്ക് നമ്മൾ ആദ്യം എക്സ് ഇൻറ്റു 1/10 ചെയ്തു, ഇനി എക്സ് ഇൻറ്റു 11/100 ചെയ്യാം. എക്സ് ഇൻറ്റു 11/100 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, എക്സ് ഇൻറ്റു 11x/100 എന്ന് കിട്ടും. മറ്റേത് തന്നെയാണ്, x/9 തന്നെയാണ് കേട്ടോ. മറ്റേതിൽ ഒരു മാറ്റവും അല്ല. നമ്മൾ x ഇൻറ്റു 1/9 ചെയ്യുകയാണെങ്കിൽ തന്നെ x/9 ആയിരിക്കും കിട്ടാം. ഇനി എന്ത് ചെയ്യാം, ഇനി ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്യണം. x/9 മൈനസ് 11x/100. അതെന്ത് ചെയ്യാം, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. x ഇൻറ്റു 100 100x മൈനസ് 11x ഇൻറ്റു 9 എത്ര, 99x. 99x ബൈ എന്താണ് 9 ഇൻറ്റു 100 900 എന്ന് പറയുന്നത് എത്രയാണ്, 100 99 പോയാല് 1x ഉള്ളൂ. അപ്പൊ x ബൈ പിന്നെ ഡിനോമിനേറ്റർ. ഓക്കെ, മനസ്സിലായില്ലേ. ആദ്യം നമുക്ക് എന്ത് കിട്ടി, നമ്മൾ x ഇൻറ്റു 1/10 കൊണ്ട് ചെയ്തപ്പോ നമുക്ക് പിന്നെ x/10ഉം ഉണ്ടാവും, x/9ഉം ഉണ്ടാവും. അതിന് x/9ൽ നിന്ന് മൈനസ് x/10 ചെയ്തപ്പോ നമുക്ക് എന്ത് കിട്ടിയിരുന്നു, x/9 ആയിരുന്നു കിട്ടിയിരുന്നത് അല്ലെ. x/90 കിട്ടി. ഇവിടെ നമ്മൾ 100 കൊണ്ടും 11x കൊണ്ടും 11/100 കൊണ്ട് നമുക്ക് ചെയ്തപ്പോ നമുക്ക് x/900 കിട്ടി. അപ്പൊ ഇവിടെ നമുക്കൊരു ഡിഫറൻസ് കാണാൻ കഴിയും. എന്ത്, x/90 x/900 ജസ്റ്റ് എന്തായിരിക്കും, x/9000 ആയിരിക്കും. എന്നാലും നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ സൈഡിൽ ചെയ്യാം. അപ്പോ x ഇൻറ്റു 111/100 എന്ന് പറയും 1000 ആയിട്ട് വരിക. 111/1000 എത്ര വരിക, 111x/1000. ഇനി എന്ത് ചെയ്യാം, x/9 നിന്ന് ഇത് മൈനസ് ചെയ്യണം. എന്ന് പറയുന്നത് x ഇൻറ്റു 1000 1000. 1000x മൈനസ് എന്തിട്ടും
ഇത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ 1000 മൈനസ് 111x 111x ഇൻറ്റു 9 എത്രയാണ് 999 അല്ല 999x ഓൾ ഡിവൈഡഡ് ബൈ പിന്നെന്ത് ചെയ്യാം പിന്നെന്താ ചെയ്യേണ്ടത് ഡിനോമിനേറ്റർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം 9 into 1000 9000 എന്ന് പറയുന്നത് 1000 നിന്ന് 9999 മൈനസ് ചെയ്താല് എക്സ് കിട്ടും ഒരു എക്സ് ആയിരിക്കും പിന്നെ ഡിനോമിനേറ്റർ കൊടുക്കുക ഓക്കെ മനസ്സിലായില്ലേ നമുക്ക് ആദ്യം കിട്ടിയത് നമുക്ക് എന്തായിരുന്നു x/90 കിട്ടി പിന്നെ x/900 കിട്ടി പിന്നെ x/9000 കിട്ടി ഓക്കെ നമുക്ക് എന്തൊക്കെയാ കിട്ടിയത് ഇപ്പൊ x/9 മൈനസ് x/10 എന്ന് പറയുന്നത് x1/9 ആണ് വരുന്നത് 1/9 1/9 മൈനസ് നമ്മൾ ചെയ്തത് 1/10 ചെയ്തു അല്ലെ അങ്ങനെ ആൽജിബ്ര ഉപയോഗിച്ച് ചെയ്തപ്പോ x/9 മൈനസ് x/10 is equal to x/90 പിന്നെ x/9 മൈനസ് 11x/100 എന്ന് ചെയ്തപ്പോ x/900 x/9 മൈനസ് 111x/1000 ചെയ്തപ്പോ x/9000 കിട്ടി മനസ്സിലായില്ലേ ഇതിലൊരു കൺക്ലൂഷൻ എഴുതിക്കോ since the difference decreases 1/10 11/100 111/1000 of any number get closer and closer to 1/9 of the number എന്താ പറയുന്നത് ഇവിടെ തന്നുള്ളത് 1/10 11/100 111/1000 എന്നുള്ള ഫ്രാക്ഷൻസ് ഒക്കെ എന്ത് ചെയ്യാണ് ഈ 1/9 വാല്യൂനോട് 1/9 ആ നമ്പറിന്റെ 1/9 വാല്യൂനോട് എന്താവണം ക്ലോസർ ആയി വരുന്നത് എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ആൻസർ 0 ആണെങ്കിൽ അത് നമുക്ക് ഒരിക്കലും കിട്ടില്ല അതിന്റെ അടുത്തടുത്ത ആൻസർ കിട്ടുമെന്ന് നമ്മൾ ന്യൂ ഫോംസിലാണ് പറഞ്ഞിരുന്നത് അതേപോലെ കിട്ടുമെന്നാ പറയുന്നത് ഓക്കെ സിൻസ് ദ ഡിഫറൻസ് ഡിക്രീസസ് ഡിഫറൻസ് മീൻസ് അതിന്റെ ആ സെപ്പറേറ്റ് ചെയ്യുന്നത് നമ്മൾ x/10 x/9 അല്ല നമ്മൾ സെപ്പറേറ്റ് ചെയ്തത് അങ്ങനെ ചെയ്യുമ്പോൾ ഏതൊക്കെ 1/10 ചെയ്തു 11/100 ചെയ്തു 111/1000 ചെയ്തു ഏതൊരു നമ്പറിന്റെയും കൂടെ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോഴും ക്ലോസർ ആൻഡ് ക്ലോസർ ടു ദ 1/9 ഓഫ് ദാറ്റ് നമ്പർ 1/9 ഇത് 1/9 മാത്രമേ ഇങ്ങനെ പറയുന്നുള്ളൂ കേട്ടോ ഈ 1/10 11/100 ഒക്കെ പറയുന്നുള്ളൂ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓക്കെ ഇൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കൂ സെക്കൻഡില് രണ്ടാമത്തെ കേട്ടോ യൂസ് ദ ജനറൽ പ്രിൻസിപ്പിൾ ഗോട്ട് അബൌട്ട് ടു സിംഗിൾ digit numbers to find the decimal form of 2/9, 4/9, 5/9, 7/9, 8/9. എന്താ പറഞ്ഞിട്ടുള്ളത് നമുക്കിപ്പോ തന്നിട്ടുള്ള 2/9 4/9 5/9 7/9 അതൊക്കെ ഉള്ളത് അതൊക്കെ എന്ത് ചെയ്യണം നമ്മള് അതിന്റെ ഡെസിമൽ ഫോം ഒക്കെ കണ്ടെത്താനാ പറഞ്ഞിട്ടുള്ളത് നമ്മൾ നേരത്തെ നമ്മൾ എന്താ ചെയ്തിട്ടുള്ളതാണ് അതിന്റെ ക്ലോസർ ടു ക്ലോസർ ആയിട്ടുള്ള ആൻസർ മാത്രം നമ്മൾ കണ്ടെത്തിയിട്ടുള്ളൂ ഇനി ഡെസിമൽ ഫോം കണ്ടെത്തണം ഈ 2/9 4/9 ഒക്കെ ഡെസിമൽ ഫോം കണ്ടെത്തണം ഓക്കെ നമ്മള് ഇതിൽ ചെയ്ത പ്രിൻസിപ്പിൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ അപ്പോ ചെയ്തോക്കാം ആദ്യം 2/9 ചെയ്തോക്കാം 2/9 നമുക്ക് എങ്ങനെ എഴുതാം 2 into 1/9 ഓക്കെ അങ്ങനെയല്ലേ 2 into 1/9 ഓക്കെ അല്ലേ ഇനി നെക്സ്റ്റ് എന്ത് ചെയ്യാം 2/9 ഓക്കെ ഇനി 2 into അതേപോലെ തന്നെ നമ്മൾ ചെയ്തിരുന്നത് എങ്ങനെ 2 into 1/10 ചെയ്തില്ലേ നമ്മൾ x into 1/10 ചെയ്തു അതേ പ്രിൻസിപ്പിൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് ആദ്യം നമ്മൾ 2/9 ചെയ്തു പിന്നെന്താ നമ്മൾ ചെയ്തത് 2 into 1/, ആ നമ്പർ എന്താണ് ഇവിടെ നിങ്ങൾക്ക് ഇത് ചെയ്യുമ്പോൾ ഒന്നുകൂടെ മനസ്സിലാവും കാരണം എക്സ് എന്ന ഭാഗത്തുള്ളതൊക്കെ എന്താണ് 2 ആണ് അപ്പൊ 2 into 11 അല്ല 1/10 1/10 എന്താണ് 2/10 ഈ 2/10 നമ്മൾ എന്ത് ചെയ്യാം ഡെസിമൽ ഫോമിലേക്ക് ആക്കാം അത്ര ഇവിടെ വേണ്ടുള്ളൂ അല്ലാതെ നമ്മൾ ഇനി മൈനസ് ചെയ്ത് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അത് ആൻസറിന്റെ ക്ലോസിലേക്ക് ആവുന്നുള്ളൂ ഇത് ഡെസിമൽ ഫോം കണ്ടെത്താൻ മാത്രമേ ഉള്ളൂ അപ്പൊ ഇനി 2/10 എന്ത് ചെയ്യാം ചെയ്ത് കൊടുക്കുക 2/10 ആകുമ്പോൾ 0.2 ആണ് 1/10 ഉണ്ട്
2/9 ചെയ്തു. ഇനി നെക്സ്റ്റ് എന്ത് ചെയ്യാം, 2 ഇൻറ്റു ഈ ഇവിടെ എന്ത് ചെയ്യാം, ഇതേപോലെ തന്നെ 2 ഇൻറ്റു 11/100 ചെയ്യാം. എന്ന് പറയുന്നത് 22/100 ആണ്, 0.22. ഇനി എന്ത് ചെയ്യാം, 2 ഇൻറ്റു 111/1000 is equal to 222/1000 എന്ന് പറയുന്നത് 0.222. ഓക്കെ, മനസ്സിലായി? ഈ 2/9 ഇത്രോട് വരിക. 2/9 ഡെസിമൽ ഫോം എന്താന്ന് ചോദിച്ചാൽ നമുക്ക് ഇനി എന്താ എഴുതാം, 2/9 is equal to 0.2 0.22 0.222 എന്ന് പറഞ്ഞിട്ട് കോമന്റ് ഇങ്ങനെ ടോപ്പിച്ചിട്ടുള്ളൂ. ഓക്കെ, മനസ്സിലായില്ലേ? ഡെസിമൽ ഫോംസ് എന്താണ്, 0.2 and 0.22 and 0.222 പിന്നെ 0.22 അങ്ങനെ വരും. ഓക്കെ, നെക്സ്റ്റ് 4/9 ചെയ്യാം. അത് ഇതേപോലെ തന്നെ ഇരിക്കും, വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല. ഇവിടെ 0.2 എന്നുള്ളിടത്ത് 0.4 ആയിരിക്കും, 0.4 0.44 0.444 അങ്ങനെയൊക്കെ നമുക്ക് ചെയ്ത് നോക്കാം. ഇനി നെക്സ്റ്റ് 4/9 ചെയ്യാം. 4/9 എങ്ങനെ എഴുതിയിട്ടുണ്ടാവുക, 4 ഇൻറ്റു 1/9 ആണ് എന്ന് പറയുന്നതാണ് 4/9 എന്ന് പറയുന്നത്. അറിയില്ലേ, 4 ഇൻറ്റു 1/9 ആണ്. ഇനി എന്ത് ചെയ്യണം, 1/10 കൊണ്ട് ചെയ്യാം. 4 ഇൻറ്റു 1/10 എന്ന് പറയുന്നത് 4/10 0.4. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, 11/100. 4 ഇൻറ്റു 11/100 44/100. 4 ഇൻറ്റു 11 44 എന്ന് പറയുന്നത് 0.44. നെക്സ്റ്റ് 4 ഇൻറ്റു 111/1000 എത്രയാണ്, 444/1000 എന്ന് പറയുന്നത് 0.444. ഓക്കെ, മനസ്സിലായില്ല? അപ്പൊ 4/9 നമുക്ക് കിട്ടി. ഡെസിമൽ ഫോം ഓഫ് 4/9 ഈസ് ഈക്വൽ ടു എന്താണ്, 0.4 0.44 0.444 ഇങ്ങനെ. ഓക്കെ, മനസ്സിലായില്ലേ? ഡെസിമൽ ഫോം ഓഫ് 4/9 ഈസ് ഈക്വൽ ടു 0.4 0.44 0.444 അങ്ങനെ അങ്ങനെ പോകും. പിന്നെ നെക്സ്റ്റ് ഏതാണ്, 5/9 ചെയ്ത് നോക്കാം. 5/9 ചെയ്യുകയാണെങ്കിൽ അതേപോലെ തന്നെ ആയിരിക്കും, ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കണം. 5/9 ആകുമ്പോൾ നമുക്ക് എന്തായിരിക്കും, 5/10 കിട്ടും അല്ലേ, എന്ന് പറയുന്നത് 0.5. പിന്നെ 55/100 കിട്ടും, 0.55 കിട്ടും. പിന്നെ 555/1000 കിട്ടും എന്ന് പറയുന്നത് 0.555. അപ്പൊ എന്താ പറയാ, നമുക്ക് 5/9 ഡെസിമൽ ഫോം എന്ന് പറയുന്നത് 0.5 0.55 0.555. എന്താ ഇവിടെ മാറ്റുന്നുള്ളൂ, നമുക്ക് ഏതാണ് അവിടെ ന്യൂമറേറ്റർ തന്നിട്ടുള്ളത് നോക്കാം. ഡിനോമിനേറ്റർ 9 ആണെങ്കിൽ നമുക്ക് ഒരു ഡിജിറ്റ് മാത്രം കേട്ടോ, ഓൺലി 1 ഡിജിറ്റിന് ഇത് ഇതാവുള്ളൂ. അപ്പൊ നമുക്ക് ന്യൂമറേറ്റർ ഏതോ തന്നിട്ടുള്ളത് നോക്കാം. ന്യൂമറേറ്റർ നമുക്ക് 4 ഏത് നമ്പർ നമുക്ക് 1 ഡിജിറ്റിന്റെ നമ്പർ നമുക്ക് തന്നാലും 1 to 8 വരെയുള്ള കേട്ടോ, 1 to 8 വരെയുള്ള നമ്പേഴ്സ് നമുക്ക് തന്നാൽ 9 കൂട്ടില്ല. 1 to 8 വരെയുള്ള നമ്പേഴ്സ് നമുക്ക് ന്യൂമറേറ്റർ ആയിട്ട് നമുക്ക് തന്നാല് നമുക്ക് എന്തിരിക്കും, ഇപ്പൊ 2 ആണ് ന്യൂമറേറ്ററിന് എന്തായിരിക്കും നമ്മളെ ആൻസർ 0.222 അങ്ങനെ വരും. ഇനി നമുക്ക് തന്നിട്ടുള്ളത് 3 ആണെങ്കിൽ 0.333, 1 ആണെങ്കിൽ 0.111, 5 ആണെങ്കിൽ 0.555, 6 ആണെങ്കിൽ 0.666 വരും. ഓക്കെ, ഇനി നെക്സ്റ്റ് 7/9 ഉണ്ട്, 8/9 ഉണ്ട്. അതുകൂടെ ഇനി 7/9 ആകുമ്പോൾ എങ്ങനെയായിരിക്കും, 7 ഇൻറ്റു 1/10 ആയിരിക്കും അല്ലേ, എന്ന് പറയുന്നത് 7/10 0.7. പിന്നെ എന്തായിരിക്കും
ഇതേപോലെ തന്നെ ചെയ്യുക. 77/100 വരും. ഇവിടെ 77/100 വരും. 0.77 കിട്ടും. പിന്നെ 777/1000 കിട്ടും. 0.777 എന്ന് പറയുന്നത് 7/90 ഡെസിമൽ ഫോം 0.7 0.77 0.777 അങ്ങനെ പോകും എക്സെട്ര. ഓക്കെ. ഇനി നെക്സ്റ്റ് ഏതാണ്? 8/9. 8/9 ആവുമ്പോ 8/10 കിട്ടും. 8 × 1/10 അല്ലേ? 8/10 കിട്ടുമ്പോ 0.8. പിന്നെ 88/100 കേട്ടോ. 88/100 ആവുമ്പോ 0.88. പിന്നെ 888/100 വരുമ്പോ 1000 ആണ്. 0.888 കിട്ടും. അപ്പോ 8/9 ഡെസിമൽ ഫോം എന്ന് പറയുന്നത് 0.8 0.88 0.888 എന്നിട്ട് കോമറ്റ് കൊടുക്കണം. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പോ നമ്മളിപ്പോ അപ്പൊ നമുക്ക് ഏതൊരു നമ്പറിന്റെയും മനസ്സിലായില്ലേ, ഏതൊരു നമ്പറിന്റെയും ഡിനോമിനേറ്റർ 9 പിന്നെ മുകളിൽ 1 ഡിജിറ്റ് മീൻസ് 1 to 8 വരെയുള്ള നമ്പേഴ്സും തന്നു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ എന്താ? അതിന്റെ ഡെസിമൽ ഫോം എന്ത് തന്നെ ആയിരിക്കും? ന്യൂമറേറ്ററിന്റെ ഇങ്ങനെ ഇതായിട്ട് കൊടുക്കും. 0 ഇട്ട് കൊടുത്താൽ മതി. 0.21 ഡിനോമിനേറ്റർ 0.2222. ഇനി 4 ഡിനോമിനേറ്റർ 0.444. അങ്ങനെ ആയിരിക്കും അതിന്റെ ആൻസർ ഡെസിമൽ ഫോം വരും. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ക്യാൻ വി സേ ഇൻ algebra about decimal forms with a single digit repeating? ഇതിനെ എങ്ങനെ നമുക്ക് ജനറൽ ആയിട്ട് പറയാമെന്ന് ചോദിക്കുന്നത്. നമുക്ക് എങ്ങനെ പറയാം? മലയാളത്തിൽ പറയുകയാണെങ്കിൽ നമുക്ക് ഒരു ഫ്രാക്ഷന്റെ സിംഗിൾ ഡിജിറ്റ് ആണ് അതിന്റെ ന്യൂമറേറ്ററും ഒരു ഫ്രാക്ഷന്റെ സിംഗിൾ ഡിജിറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ 7/9 എടുത്താൽ മതി. ഈ ഫ്രാക്ഷന്റെ ന്യൂമറേറ്റർ എങ്ങനെയാണ്? ഒരു സിംഗിൾ ഡിജിറ്റ് ആണ്. 1 to 8 വരെയുള്ള നമ്പേഴ്സിലും പെട്ടതാണ്. അതിന് ഡിനോമിനേറ്റർ 9 ആണെങ്കിൽ അതിന്റെ ഡെസിമൽ ഫോം എങ്ങനെയായിരിക്കും? ആ ന്യൂമറേറ്ററിൽ ഏതാണോ ആ സിംഗിൾ ഡിജിറ്റ് അത് തന്നെ ആയിരിക്കും ആ ഡെസിമൽ ഫോംസിൽ വരുന്നത്. അത് റിപ്പീറ്റ് ചെയ്തോണ്ടിരിക്കും എന്നാ പറയുന്നത്. ആ സിംഗിൾ ഡിജിറ്റ് റിപ്പീറ്റ് ചെയ്തോണ്ടിരിക്കും. മനസ്സിലായില്ലേ? നമ്മള് അത് നിങ്ങൾ കൺക്ലൂഷൻ ഇങ്ങനെ എഴുതിക്കോ. നോട്ടിലിപ്പോ ഈ ക്വസ്റ്റ്യൻ എഴുതിയിട്ട് ഇങ്ങനെ എഴുതിയാൽ മതി. The denominator of fractions will be 9. If a single digit will be repeating, the numerator will be any number from 1 to 8. മനസ്സിലായില്ലേ? 1 to 8 വരെയുള്ള മീൻസ് 1 2 3 4 5 6 7 8 എന്ന് വരെയുള്ള നമ്പേഴ്സ്. ആ നമ്പേഴ്സ് അതിൽ ഏതെങ്കിലും ഒന്ന് ന്യൂമറേറ്റർ ആയിട്ട് വരികയാണെങ്കിൽ, ആ സിംഗിൾ ഡിജിറ്റ് വരികയാണെങ്കിൽ അതിന്റെ ഡെസിമൽ ഫോംസ് എങ്ങനെയായിരിക്കും? ആ ഫ്രാക്ഷനിൽ ഡിനോമിനേറ്റർ 9 ആവണം. ഡെസിമൽ ഫോം എന്ന് പറയുന്നത് ആ സിംഗിൾ ഡിജിറ്റ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും എന്നാ പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? അപ്പൊ ഇതിൽ നമ്മൾ എന്താ പഠിച്ചത്? ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ നമ്മളൊരു ഇത് പഠിച്ചു. എന്താ? നമുക്ക് ഏതൊരു ഫ്രാക്ഷൻ തന്നാലും ആ ഫ്രാക്ഷന് ആദ്യം സിംഗിൾ ഡിജിറ്റ് ആണോ നോക്കണം. അത് 1 to 8 വരെയുള്ള നമ്പർ ആണെങ്കിൽ, പിന്നെ അതിന്റെ ഡിനോമിനേറ്റർ 9 ആണെങ്കിൽ നമുക്കതിന്റെ ഡെസിമൽ ഫോം വേഗം കണ്ടെത്താൻ കഴിയും. 1 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ നമുക്കത് ഡയറക്റ്റ് ആയിട്ട് ആൻസർ എഴുതാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? നമ്മൾ ഈ പറഞ്ഞ സ്റ്റെപ്സ് വരെ എഴുതിയാൽ മതി. ഈസി ആയിട്ട് നമുക്ക് ചെയ്തുകൂടാം. അപ്പോ എക്സാമ്പിൾ 5/9 നമുക്ക് തന്നിട്ടില്ലതെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം? 0.555 എന്ന് എഴുതാം. മനസ്സിലായില്ലേ? ന്യൂമറേറ്ററിൽ എന്താണോ ആ സിംഗിൾ ഡിജിറ്റ് അതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും എന്നാ പറയുന്നത്. ഓക്കെ, ഇതോടെ ഞാൻ അവസാനിക്കുകയാണ്. താങ്ക് യു.